വഖഫ് നിയമ ഭേദഗതി ബില്ല് അല്പസമയത്തിനകം പാർലമെന്റിൽ എത്താനിരിക്കെ അതേത് തരത്തിലാണ് കേരള രാഷ്ട്രീയത്തിലടക്കം മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്ന് ഉറ്റുനോക്കുമ്പോൾ സിറോ മലബാർ സഭയുടെ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര നമുക്കൊപ്പം ചേരുന്നു. ഫാദർ ആന്റണി, ഏത് തരത്തിലുള്ള നിലപാട് കത്തോലിക്ക സംഘടനകൾ എടുക്കുമ്പോഴും ഒറ്റക്കെട്ടായിട്ട് ഈ ബില്ലിനെതിരെ പോകണം എന്നൊരു നിലപാടിലേക്ക് ഇന്ത്യ സഖ്യം, കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യം വന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് ഏത് തരത്തിലാണ് നിങ്ങൾ കാണുന്നത്? ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഒരുപാട് വിഷയങ്ങൾ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനടക്കം ദേശീയ തലത്തിൽ അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ കഴിയുകയുള്ളൂ. അത് സഭയും കത്തോലിക്ക സംഘടനകളും മനസ്സിലാക്കുമോ? ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന ജനാധിപത്യവും മതേതരത്വവും എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെയും ഇതൊരു മതരാഷ്ട്രമാക്കി മാറ്റാവുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയും കഴിഞ്ഞ 172ഓളം ദിവസങ്ങളായി മുനമ്പത്ത് ഒത്തിരിയേറെ ജനങ്ങള് 600ഓളം കുടുംബങ്ങള് സമരം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവര് വില കൊടുത്ത് വാങ്ങി തലമുറകളായി അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഭൂമിക്ക് കരമൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് അവരറിയുന്നത് ഇതിന്റെ കൈവശാവകാശ രേഖ അവർക്കില്ല എന്നും അതുവഴിയായിരുന്നു വഖഫ് ഭൂമിയാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അപ്രകാരം ഉണ്ടാകുന്നത് തീർച്ചയായും വലിയ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും കാരണമാകും എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെയും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനപ്രതിനിധികൾ പിന്തുണയ്ക്കണമെന്നാണ് മെത്രാൻ സമിതികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇതിനകത്ത് നമ്മൾ കാണേണ്ടുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലാകെ ഏകദേശം 1.2 ലക്ഷം കോടി രൂപയുടെ മൂല്യമുള്ള 9.4 ലക്ഷം ഏക്കർ ഭൂമിയാണ് വഖഫ് ബോർഡുകൾ ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിലും റെയിൽവേക്കും ശേഷം ഏറ്റവും വലിയ ഭൂമി നിയന്ത്രണത്തിലുള്ളത് വഖഫ് ബോർഡിനാണ് എന്ന് കരുതേണ്ടി വരും. അപ്പൊ ഇപ്രകാരം ഈ ഭൂമി സ്വന്തമായി തലമുറകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാശ് കൊടുത്തു വാങ്ങിയ ജനങ്ങളെ കുടിയിറക്കുന്നു എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയും ഈ കാര്യത്തിൽ കൃത്യതയോടുകൂടിയുള്ള നിയമപരമായ പരിരക്ഷയാണ് ആവശ്യമുള്ളത്. ഈ കുടിയിറക്ക ഭീഷണി അനുഭവപ്പെടുന്ന ജനങ്ങൾക്ക് നിയമപരമായി റവന്യൂ അവകാശങ്ങളോടുകൂടെ ഈ ഭൂമി അനുവദിച്ചു കിട്ടുക എന്നുള്ള ന്യായമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്ന് തന്നെ ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. കാരണം ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ഒരു പരിഗണനാ വിഷയമായി മാറാതെ ഗവൺമെന്റുകളുടെ പരിഗണനാ വിഷയമായി മാറുകയും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളോടും ഇതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെയും ഈ മുനമ്പം പോലെയുള്ള പ്രദേശങ്ങളിൽ ക്രൈസ്തവര് മാത്രമല്ല ഉള്ളത്, അവിടെ ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ അവിടെ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് കാണേണ്ടുന്ന ഒരു പ്രശ്നമാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ തയ്യാറാകേണ്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യം കൃത്യതയോടുകൂടിയുള്ള നിലപാടുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ജനപ്രതിനിധികളും എടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഇത് കേവലം മുനമ്പത്തെ പ്രശ്നം മാത്രമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായി ഒത്തിരിയേറെ ഭൂമി ഇപ്രകാരം വഖഫിന്റേതാണ് എന്ന് ക്ലെയിം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്രകാരം ഒരു സാഹചര്യത്തിൽ ഈ കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ക്രിയാത്മകമായി നടക്കുകയും മുൻകാല പ്രാബല്യത്തോടുകൂടെ കരമൊടുക്കി കൈവശാവകാശ സർട്ടിഫിക്കറ്റോടുകൂടെ തങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്ന ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഈ ജനങ്ങൾക്ക് നൽകണം. അത് നൽകണത്തിടത്തോളം കാലം ഈ പ്രശ്നങ്ങൾ അവസാനിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ചർച്ചകളല്ല നമുക്ക് ആവശ്യമുള്ളത്. കൃത്യതയോടുകൂടെ നിയമനിർമ്മാണമാണ് ആവശ്യം. പ്രധാനമായും വഖഫ് നിയമത്തിലെ 40-ാം അനുച്ഛേദം ഭേദഗതി ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടുക. കാരണം വഖഫാണ് എന്ന് പറഞ്ഞ് വാക്കാൽ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിനെ വഖഫ് ഭൂമിയായി കണക്കാക്കുന്നു എന്ന് പറയുന്നത് എവിടുത്തെ നിയമമാണിത്? അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് യാതൊരു തരത്തിലും വഖഫ് നിയമങ്ങളുടെ മേലോ വഖഫ് ബോർഡിന്റെ മേലോ അധികാരമില്ല എന്ന് വരുന്നത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ ജനപ്രതിനിധികള് ഉത്തരവാദിത്വ ബോധം കാണിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയും ഈ കാര്യങ്ങളിൽ ഇടപെടുകയും വഖഫ് നിയമ ഭേദഗതിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഫാദർ ആന്റണി വടക്കേക്കര, താങ്കൾ പറഞ്ഞ കണക്ക് തന്നെ 1.2 ലാഖ്
ക്രോഡ്സിന്റെ വഖഫ് പ്രോപ്പർട്ടി. സ്വാഭാവികമായിട്ടും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. ഈ സംഘടനകളെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള വിയോജിപ്പുകൾ ഇതിനകത്ത് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ മുസ്ലിം സംഘടനകളും ഒരുപോലെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ഒരു കാര്യത്തിൽ കൃത്യമായ ചർച്ചകൾ നടക്കാതെ തീരുമാനമെടുക്കുമ്പോൾ, ഒരു ബില്ലുമായി വരുമ്പോൾ അത് ഏകപക്ഷീയമായിട്ട് മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമാണെന്ന് ആ സമുദായത്തിന് തോന്നില്ലേ? ഇതേ വിഷയം തന്നെ കത്തോലിക്ക ചർച്ചും ഇന്ത്യയിലെ കത്തോലിക്ക ചർച്ചിനുമുണ്ടല്ലോ. വലിയ തരത്തിലുള്ള സ്വത്ത് വകകൾ. ഈ തരത്തിലുള്ള ഭേദഗതിയിലേക്ക് കടന്നാൽ സ്വാഭാവികമായിട്ടും ക്രൈസ്തവ സമുദായത്തിലും ഉണ്ടാകില്ലേ ഒരാശങ്ക? ന്യൂനപക്ഷ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ഒരു കാരണവശാലും അത് ഏത് മതവിഭാഗങ്ങളുടെ ആയിക്കൊള്ളട്ടെ, നമ്മളൊക്കെ ഇന്ത്യ രാജ്യത്ത് പൗരന്മാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യമാണ് ഈ രാജ്യത്ത് സ്വത്തിനും ജീവനും പരിരക്ഷ നൽകേണ്ടുന്ന ഗവൺമെന്റുകൾ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അനുകൂലമായ തരത്തിലുള്ള നിയമങ്ങളാണ് നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഏതെങ്കിലും മതവിഭാഗങ്ങൾക്കെതിരെ അല്ല സംസാരിക്കുന്നത്. അങ്ങനെ ഒരു കാരണവശാലും ഇതിനെ ലഘൂകരിക്കാൻ ഇടവരുന്നത്. നമ്മൾ ആവശ്യപ്പെടുന്നത് ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്നുള്ളതാണ്. അത് ക്രിസ്ത്യാനികളാകട്ടെ, മുസ്ലിം സഹോദരന്മാരാകട്ടെ, ഹൈന്ദവ സഹോദരന്മാരാകട്ടെ, അതല്ലെങ്കിൽ മറ്റു മതങ്ങളിൽപ്പെട്ടവരാകട്ടെ, മതവിശ്വാസികളല്ലാത്തവരാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, എല്ലാ ജനങ്ങൾക്കും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ കഴിയാൻ സാധിക്കുന്ന ഒരു നാടാണ് നമുക്ക് ആവശ്യം. അതിന് കളങ്കം വരുത്തുന്ന, അതിന് ബുദ്ധിമുട്ടുളവാക്കുന്ന ഒരു നിയമങ്ങളെയും നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഒരുപക്ഷെ വഖഫ് നിയമം ഉണ്ടാക്കിയ സമയത്ത് അത് ആവശ്യമായിരുന്നിരിക്കാം. ആവട്ടെ, കാലാകാലങ്ങളിൽ ഓരോ നിയമങ്ങളിലും ഭേദഗതി വരുത്തിയിട്ടുണ്ടല്ലോ. ഇന്ത്യൻ ഭരണഘടന നമ്മളൊക്കെ പവിത്രമായി തന്നെയും കരുതുന്ന ഇന്ത്യയുടെ ഭരണഘടനയിൽ പോലും എത്ര തവണ അതിന്റെ അനുച്ഛേദങ്ങളിൽ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു മതത്തിന് വേണ്ടി വഖഫ് ചെയ്യപ്പെടുന്ന ഒരു കാര്യത്തിൽ, ഒരു ബില്ലിൽ നമുക്ക് നിയമ ഭേദഗതി കൊണ്ടുവരാൻ സാധിക്കാതെ വരുന്നത്? അതുകൊണ്ട് ഇതിനകത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമോ പ്രീണനമോ മാത്രം കാണാതെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും തയ്യാറാകുമ്പോൾ മാത്രം. അല്ല, ഫാദർ ആന്റണി വടക്കേക്കര, അങ്ങനെ ഒരു സമന്വയത്തിന് സമയം വേണം. ഇത് രണ്ടായി കാണണമെന്നാണല്ലോ കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അവരൊരാശയക്കുഴപ്പത്തിൽ. അപ്പോൾ ഒരു സമ്മർദ്ദ തന്ത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സമ്മർദ്ദത്തിലേക്ക് ഫാദർ ആന്റണി അദ്ദേഹവുമായി ടെലിഫോൺ ബന്ധം